ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ മറ്റൊരു ചിങ്ങമാസം കൂടി പിറക്കുവാൻ പോകുന്നു. ഈ വരുന്ന ആഗസ്റ്റ് 17-നാണ് ആണ്ടുപിറപ്പ് 1-ാം തീയതി. ഞാനീ പറയുന്ന 7 നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് ഇവരുടെ ജീവിതത്തിൽ ദുഃഖ ദുരിതങ്ങളെല്ലാം മാറി ഐശ്വര്യം കൊണ്ടുവരുന്ന മാസമാണ്. ഈ പ്രവചനം തെറ്റില്ല. ഉറപ്പായും ഞാനീ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവമായി മാറുന്ന മാസമാണ്. നിങ്ങളുടെ കുടുംബത്തിൽ ഈ നക്ഷത്രത്തിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ധൈര്യമായി പറഞ്ഞുകൊള്ളൂ, നിങ്ങൾക്ക് നല്ലതേ വരൂ. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കുവാൻ പോകുന്നു. ഇനി ഏതൊക്കെ നക്ഷത്ര ജാതകർക്കാണ് ആണ്ട് പിറപ്പിന് ശേഷം കൂടുതൽ നേട്ടങ്ങളും ഐശ്വര്യവും വന്നു ചേരുന്നത് എന്ന് നോക്കാം. ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ഓഗസ്റ്റ് 17-ന് ശേഷമുള്ള സമയം അശ്വതി നക്ഷത്ര ജാതകരായ നിങ്ങൾക്ക് പുതിയൊരു തുടക്കങ്ങളുടെ സമയമാണ്. ഇതുവരെ പല കാര്യങ്ങളിലും ഉണ്ടായിരുന്ന മന്ദഗതികളെല്ലാം മാറി മുന്നോട്ട് പോകുവാനുള്ള അവസരങ്ങൾ ലഭിക്കുന്ന ഒരു കാലമാണ്. സർക്കാർ ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ സ്വപ്നം പൂവണിയും. അതുപോലെ പഠിക്കുന്ന ആളുകൾക്കും വിദ്യാർത്ഥികൾക്കും കൂടുതൽ ശ്രദ്ധയും ആത്മവിശ്വാസവും വർദ്ധിക്കുന്നതാണ്. നിങ്ങളുടെ കുടുംബത്തിൽ സന്തോഷകരമായ വാർത്തകൾ കേൾക്കുവാനുള്ള അവസരവും വന്നു ചേരും. സാമ്പത്തികമായി ചെറിയ നേട്ടങ്ങൾ ഒന്നിച്ചു ചേർന്ന് ആശ്വാസം നൽകുന്ന സാഹചര്യമുണ്ടാകും. വീട്, ഭൂമി, വാഹനം തുടങ്ങിയ ആഗ്രഹങ്ങൾക്കായി ശ്രമിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ ആഗ്രഹം സഫലമാകും. ജോലിയിൽ പുതിയ ചുമതലകളോ പ്രമോഷനോ ലഭിക്കുവാനുള്ള യോഗമുണ്ട്. അതുപോലെ മേലധികാരിയുടെ പ്രശംസ പിടിച്ചുപറ്റുവാനും ഔദ്യോഗിക രംഗത്ത് സ്വന്തം കഴിവുകൾ തെളിയിക്കുവാനുമുള്ള അവസരം ഈ മാസം വന്നു ചേരും. അതുപോലെ മുടങ്ങിക്കിടന്നിരുന്ന പണമിടപാടുകൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുകയോ പുതിയ വരുമാന മാർഗങ്ങൾ തുറന്നു വരികയോ ചെയ്യാം. മുൻകാല നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം വന്നു ചേരും. കുടുംബത്തിൽ സമാധാനവും സന്തോഷവും വർദ്ധിക്കുന്നതാണ്. നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായി ഒത്തുകൂടുവാനും നല്ല സമയം ചെലവഴിക്കുവാനുമുള്ള അവസരങ്ങൾ ഉണ്ടാകും. വീട്ടിൽ മംഗളകരമായ ചടങ്ങുകളോ അതുമല്ലെങ്കിൽ ചെറിയ ഒത്തുകൂടലുകളോ നടക്കുവാനുള്ള സാധ്യതയുണ്ട്. പൊതുവെ ഊർജ്ജസ്വലരായ അശ്വതി നാളുകാരായി നിങ്ങൾക്ക് ഈയൊരു മാസം കൂടുതൽ ഉന്മേഷവും പുതിയ കാര്യങ്ങൾ തുടങ്ങുവാനുള്ള ആത്മവിശ്വാസവും വർദ്ധിക്കുന്നതാണ്. അതുപോലെ ഔദ്യോഗികമായോ വ്യക്തിപരമായോ യാത്രകൾ ഉണ്ടാകും. പുതിയ സുഹൃത്തുക്കളെ പരിചയപ്പെടുവാനും ഭാവിയിലേക്ക് ഉപകാരപ്പെടുന്ന ബന്ധങ്ങൾ സ്ഥാപിക്കുവാനും കഴിയുന്നതാണ്. അടുത്തത് ഭരണി നക്ഷത്ര ജാതകരാണ്. ഭരണി നക്ഷത്ര ജാതകരായ നിങ്ങൾക്ക് ഈയൊരു ആണ്ടുപിറപ്പിന് ശേഷമുള്ള കാലം ജീവിതത്തിൽ പുതിയ ഒരു അധ്യായം തുറക്കുന്നത് പോലെ അനുഭവപ്പെടും. പഴയ വിഷമങ്ങളെല്ലാം പതുക്കെ പിന്നിലാകുകയും മനസ്സിൽ സമാധാനം വർദ്ധിക്കുകയും ചെയ്യും. തൊഴിൽ മേഖലയിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്വം വർദ്ധിക്കുന്നതിനോടൊപ്പം അംഗീകാരവും ലഭിക്കുന്നതാണ്. സാമ്പത്തികമായ കാര്യങ്ങളിൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോയാൽ ഈയൊരു മാസം തന്നെ നിങ്ങൾക്ക് വളരെയധികം പുരോഗതി നേടുവാൻ കഴിയുന്നതാണ്. കുടുംബത്തിൽ മുതിർന്നവരിൽ നിന്നുള്ള പിന്തുണ വലിയ രീതിയിൽ ആശ്വാസമാകും. ഏറെ കാലമായി നിങ്ങൾ മാറ്റിവെച്ചിരുന്ന ഭൂമി, വീട്, വാഹനം തുടങ്ങിയ കാര്യങ്ങളിൽ അനുകൂല തീരുമാനമുണ്ടാകും. ഭാഗ്യ പരീക്ഷണങ്ങളിൽ അമിതമായ പ്രതീക്ഷ ഒഴിവാക്കി വിവേകത്തോടെ പെരുമാറുന്നത് വളരെയധികം ഗുണകരമാണ്. കർമ്മരംഗത്ത് മികച്ച വിജയങ്ങളും അംഗീകാരങ്ങളും കൈവരിക്കുവാൻ സാധിക്കും. പുതിയ ജോലിക്കായി ശ്രമിക്കുന്ന ആളുകൾക്ക് അനുകൂല വാർത്തകൾ ലഭിക്കുന്നതാണ്. അതുപോലെ നിലവിലുള്ള ജോലിയിൽ നിങ്ങൾക്ക് ഉന്നതി പ്രാപിക്കുവാനുള്ള അവസരങ്ങളും തെളിഞ്ഞു കിട്ടും. പ്രധാനമായും ഈയൊരു മാസം നിങ്ങൾക്ക് സാമ്പത്തികമായ നില മെച്ചപ്പെടുകയും മുൻകാല നിക്ഷേപങ്ങളിൽ നിന്നും വ്യാപാരങ്ങളിൽ നിന്നും ധനലാഭം നേടുവാനും കഴിയുന്നതാണ്. കടബാധ്യതകൾ എല്ലാം തന്നെ ഒരു പരിധിവരെ തീർക്കുവാൻ ഈയൊരു മാസം സഹായകമാകുന്നതാണ്. കുടുംബജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിറഞ്ഞു നിൽക്കും. ദമ്പതികൾ തമ്മിലുള്ള ബന്ധം ദൃഢമാകുവാനും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും പിന്തുണ ലഭിക്കുവാനുമുള്ള യോഗമുണ്ട്.
പ്രത്യേകിച്ചും ഭരണി നക്ഷത്ര ജാതകരുടെ അധിപൻ ശുക്രനായതിനാൽ കല, സാഹിത്യം, ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കുവാനും പ്രശസ്തരാകുവാനുമുള്ള മികച്ച അവസരങ്ങൾ ലഭിക്കും. എടുത്തു പറയേണ്ട ഒരു കാര്യം നിങ്ങളുടെ ആത്മവിശ്വാസ വർധനമാണ്. ഏതൊരു കാര്യവും മുൻകൈയെടുത്ത് ചെയ്യുവാനുള്ള മാനസികമായ ഊർജവും ശാരീരികമായ ആരോഗ്യവും ഈ മാസം നിങ്ങൾക്ക് കൂട്ടുണ്ടാകുന്നതാണ്. അടുത്തത് മകയിരം നക്ഷത്ര ജാതകരാണ്. മകയിരം നക്ഷത്രക്കാർക്ക് ഓഗസ്റ്റ് 17 ശേഷം തടസ്സപ്പെട്ടു പോയ പല കാര്യങ്ങളും വീണ്ടും ചലിക്കുവാൻ തുടങ്ങും. ജോലി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാര മാർഗങ്ങൾ വന്നു ചേരും. പുതിയ ജോലി, സ്ഥലം മാറ്റം, അധിക ഉത്തരവാദിത്വം തുടങ്ങിയ കാര്യങ്ങളിൽ അനുകൂല മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കും. സാമ്പത്തികമായി ചെലവുകൾ നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ സമ്പാദ്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കാവുന്നതാണ്. കുടുംബത്തിൽ ഉണ്ടായിരുന്ന എല്ലാവിധ അഭിപ്രായ വ്യത്യാസങ്ങൾ കുറയുകയും പരസ്പര സ്നേഹം വർദ്ധിക്കുകയും ചെയ്യും. വീട് അല്ലെങ്കിൽ ഭൂമി സംബന്ധിച്ച സ്വപ്നങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന പരിശ്രമങ്ങൾ ഈയൊരു മാസം ഫലവത്തായി മാറുന്നതാണ്. നിങ്ങൾക്ക് ഈയൊരു മാസം ജോലിയിൽ പുതിയ ചുമതലകൾ ഏറ്റെടുക്കുവാനും മേലധികാരികളുടെ പ്രശംസ നേടുവാനും സാധിക്കും. പുതിയ ജോലിക്കായി ശ്രമിക്കുന്നവർക്കും ബിസിനസ്സിൽ വിപുലീകരണം ആഗ്രഹിക്കുന്ന ആളുകൾക്കും ഈയൊരു മാസം വളരെ അനുകൂലമാണ്. സാമ്പത്തികമായ ഇടപാടുകളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നതിലൂടെ സാമ്പത്തികമായ സ്ഥിതി നിങ്ങൾക്ക് മെച്ചപ്പെടുത്തുവാൻ കഴിയുന്നതാണ്. പുതിയ വരുമാന സ്രോതസ്സുകൾ തുറന്നു കിട്ടുകയോ അതുമല്ലെങ്കിൽ പഴയ നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം ലഭിക്കുകയോ ചെയ്യും. വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും പഠന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും മത്സര പരീക്ഷകളിൽ വിജയം കൈവരിക്കുവാനും സാധിക്കും. പുതിയ കാര്യങ്ങൾ പഠിക്കുവാനുള്ള താല്പര്യം വർദ്ധിക്കുന്നതാണ്. അതുപോലെ തന്നെ കുടുംബ അംഗങ്ങളോടൊപ്പം സന്തോഷം നിറഞ്ഞ അവസരങ്ങൾ പങ്കിടുവാൻ കഴിയും. ദമ്പതികൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുകയും സുഹൃത്തുക്കളുടെയും നിങ്ങളുടെ ബന്ധുക്കളുടെയും പിന്തുണ എല്ലാവിധ കാര്യങ്ങളിലും വന്നു ചേരുകയും ചെയ്യും. ഔദ്യോഗികമായോ വ്യക്തിപരമായോ നടത്തുന്ന യാത്രകൾ വഴി വളരെയധികം ഗുണപരമായ മാറ്റങ്ങളും പുതിയ സൗഹൃദങ്ങളും ഈയൊരു മാസം പ്രതീക്ഷിക്കാം. അടുത്തത് തിരുവാതിര നക്ഷത്ര ജാതകരാണ്. തിരുവാതിര നക്ഷത്ര ജാതകരായ നിങ്ങൾക്ക് ആണ്ട് പിറപ്പിന് ശേഷം മനസ്സിന് ഏറെ ആശ്വാസം നൽകുന്ന മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം. ഇതുവരെ നീണ്ടുപോയിരുന്ന കാര്യങ്ങളിൽ വ്യക്തത വരും. ജോലി ചെയ്യുന്നവർക്ക് നിങ്ങളുടെ കഴിവ് തെളിയിക്കുവാനുള്ള അവസരങ്ങൾ വരുന്നതാണ്. പുതിയ ജോലി തേടുന്ന ആളുകൾക്ക് നിങ്ങളുടെ ശ്രമം വളരെയധികം ഗുണകരമായി മാറും. കുടുംബ ജീവിതത്തിൽ സന്തോഷം വർദ്ധിക്കുകയും ബന്ധങ്ങളിൽ കൂടുതൽ അടുപ്പം ഉണ്ടാകുകയും ചെയ്യും. സാമ്പത്തികമായി വലിയ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് ആലോചിച്ച് നീങ്ങുക. വീടുമായി ബന്ധപ്പെട്ട ആഗ്രഹങ്ങൾ, അതുമല്ലെങ്കിൽ അറ്റകുറ്റപ്പണി, സ്ഥലം മാറ്റം തുടങ്ങിയ കാര്യങ്ങളിൽ മുന്നേറ്റം പ്രതീക്ഷിക്കാം. ഏറെ കാലമായി നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരു ആഗ്രഹം സഫലമാകുവാനുള്ള വഴി തുറക്കുന്നതാണ്. ദീർഘകാലമായി മാറ്റിവെച്ച ഔദ്യോഗിക കാര്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കുവാൻ സാധിക്കും. മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും പിന്തുണ ലഭിക്കുന്നതാണ്. സാമ്പത്തികമായ നില വളരെയധികം മെച്ചപ്പെടുകയും നിക്ഷേപങ്ങളിൽ നിന്നും വ്യാപാരങ്ങളിൽ നിന്നും നല്ല ലാഭം നേടുവാനും ഈയൊരു മാസം കഴിയുന്നതാണ്. അതുപോലെ പുതിയ വരുമാന മാർഗങ്ങൾ വന്നു ചേരുകയും ചെയ്യും. കുടുംബജീവിതത്തിൽ വളരെയധികം സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ പങ്കിടാനുള്ള അവസരം ലഭിക്കും. കുടുംബത്തിൽ മനസ്സമാധാനവും ഐശ്വര്യവും നിലനിൽക്കുകയും ബന്ധുക്കളുടെയും സഹായം ലഭിക്കുകയും ചെയ്യുന്നതാണ്. അതുപോലെ പുതിയ അറിവുകളും പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും ഗവേഷണങ്ങളിലും വിദ്യാഭ്യാസ കാര്യങ്ങളിലും തിളങ്ങുവാനും വിദ്യാർത്ഥികൾക്കും ബുദ്ധിജീവികൾക്കും ഈയൊരു മാസം വളരെയധികം അനുയോജ്യമാണ്. പുതിയ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ആത്മവിശ്വാസവും ഊർജവും ഈ മാസം നിങ്ങൾക്ക് വന്നു ചേരും. അതുപോലെ തന്നെ വ്യക്തിപരമായോ ഔദ്യോഗികമായോ വളരെയധികം യാത്രകളും ഈയൊരു മാസം പ്രതീക്ഷിക്കാം.
അടുത്തത് ഉത്തരം നക്ഷത്ര ജാതകരാണ്. നിങ്ങൾക്ക് ഈയൊരു ആണ്ടുപിറപ്പിന് ശേഷം ഉത്തരവാദിത്തങ്ങൾക്കൊപ്പം അംഗീകാരവും കൊണ്ടുവരുന്ന ഒരു സമയമാണ്. തൊഴിൽ മേഖലയിൽ കഠിനമായ അധ്വാനത്തിന് വില ലഭിക്കുവാനുള്ള സമയം. സർക്കാർ ജോലി ഉൾപ്പെടെയുള്ള മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ആത്മവിശ്വാസത്തോടെ പരിശ്രമം തുടരാം. സാമ്പത്തികമായ കാര്യങ്ങളിൽ പതുക്കെ സ്ഥിരത കൈവരിക്കുവാൻ സാധിക്കും. കുടുംബത്തിൽ ഒരു സന്തോഷ വാർത്ത എല്ലാവരുടെയും മനസ്സിന് ആശ്വാസം നൽകുന്നതാണ്. വീടോ ഭൂമിയോ സംബന്ധിച്ച തീരുമാനങ്ങൾ എടുക്കുന്നവർക്ക് മുന്നോട്ടുള്ള വഴികൾ കൂടുതൽ വ്യക്തമായേക്കാം. അതുപോലെ തന്നെ ഭൂമി, വാഹനം, വീട് എന്ന സ്വപ്നം സഫലമാകുവാനും യോഗമുള്ള സമയമാണ്. നിങ്ങളുടെ കർമ്മരംഗത്ത് സമാനതകളില്ലാത്ത നേട്ടങ്ങൾ വന്നു ചേരും. ദീർഘകാലമായി നിങ്ങളുടെ കരിയറിൽ ആഗ്രഹിച്ച പ്രമോഷനോ ഉയർന്ന പദവികളോ നിങ്ങളെ തേടിയെത്തും. മേലധികാരികളുടെ പ്രശംസയും പിന്തുണയും ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിന് പുതിയ ഒരു വേഗതയുണ്ടാകും. പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും നിലവിലുള്ളവ വിപുലീകരിക്കുവാൻ നോക്കുന്ന ആളുകൾക്കും ഈ ഒരു മാസം വളരെയധികം അനുകൂലമാണ്. അതുപോലെ ധനകരമായ കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുകൂല മാറ്റങ്ങൾ ഉണ്ടാകും. ഒരു പരിധിവരെ കടബാധകൾ തീർക്കുവാനും കഴിയുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടുവാനും സാധിക്കും. കലാ, സാഹിത്യം, കായികം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ കഴിവ് തെളിയിക്കുവാനും പുതിയ അവസരങ്ങൾ സ്വന്തമാക്കുവാനും ഈയൊരു മാസം വളരെയധികം അനുകൂലമാണ്. അടുത്തത് അത്തം നക്ഷത്ര ജാതകരാണ്. അത്തം നക്ഷത്ര ജാതകരായ നിങ്ങൾക്ക് ഓഗസ്റ്റ് 17 ശേഷമുള്ള കാലം ജീവിതത്തിലെ പല മേഖലകളിലും ക്രമീകരണം കൊണ്ടുവരുന്ന ഒരു സമയമാണ്. മനസ്സിലുണ്ടായിരുന്ന ആശയക്കുഴപ്പങ്ങളെല്ലാം കുറയുകയും തീരുമാനങ്ങൾ കൂടുതൽ വ്യക്തമായി എടുക്കുവാൻ കഴിയുകയും ചെയ്യും. ജോലിയിൽ പുതിയ അവസരങ്ങൾ ലഭിക്കും. പഠിക്കുന്നവർക്ക് നല്ല ഏകാഗ്രത ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തികമായി അനാവശ്യമായ ചെലവുകൾ കുറച്ച് മുന്നോട്ട് പോയാൽ വളരെ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് ഈയൊരു ചിങ്ങമാസത്തിൽ കൈവരിക്കാം. കുടുംബത്തിൽ പരസ്പര സഹായവും പിന്തുണയും വർദ്ധിക്കും. വീട്, ഭൂമി, വാഹനം തുടങ്ങിയ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും വന്നുചേരും. നിങ്ങളുടെ കുടുംബാംഗങ്ങളോടൊപ്പം സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ പങ്കിടുവാനുള്ള ധാരാളം അവസരങ്ങൾ ഉണ്ടാകും. വീട്ടിൽ മംഗളകരമായ ചടങ്ങുകളോ ചെറിയ ഒത്തുകൂടലുകളോ നടക്കുവാനുള്ള യോഗമുണ്ട്. ദമ്പതികൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാകുകയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും പൂർണ്ണ പിന്തുണയും പ്രതീക്ഷിക്കാം. കല, സാഹിത്യം, മീഡിയ തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ കഴിവ് തെളിയിക്കുവാനും സമൂഹത്തിൽ പുതിയ പ്രശസ്തിയും അംഗീകാരവും നേടിയെടുക്കുവാനും കഴിയുന്നതാണ്. ശരീരത്തിനും മനസ്സിനും പുതിയ ഊർജവും ഉന്മേഷവും അനുഭവപ്പെടും. എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം നിങ്ങളുടെ ആത്മവിശ്വാസ വർധനവാണ്. ഏത് കാര്യവും മുൻകൈയെടുത്ത് വിജയകരമായി പൂർത്തിയാക്കുവാൻ ഈയൊരു മാസം നിങ്ങൾക്ക് കഴിയുന്നതാണ്. അടുത്തത് ചിത്തിര നക്ഷത്ര ജാതകരാണ്. ചിത്തിര നക്ഷത്ര ജാതകരായ നിങ്ങൾക്ക് ഈയൊരു ആണ്ടുപിറപ്പിന് ശേഷം പുതിയ പ്രതീക്ഷകൾക്ക് ശക്തി ലഭിക്കുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി മനസ്സിലുണ്ടായിരുന്ന സാമ്പത്തികമായ ആശങ്കകളും ചില കാര്യങ്ങളിലെ തടസ്സങ്ങളും പതുക്കെ മാറി മുന്നോട്ടു പോകുവാനുള്ള ആത്മവിശ്വാസം ലഭിക്കുന്ന ഒരു സമയമാണ്. ചെറിയ നേട്ടങ്ങൾ പോലും നിങ്ങൾക്ക് വലിയ ആശ്വാസമായി അനുഭവപ്പെടും. പ്രത്യേകിച്ച് സാമ്പത്തികമായ കാര്യങ്ങളിൽ അത്തം നാളുകാർ കൂടുതൽ ശ്രദ്ധ നേടുന്ന മാസമാണ് ഈയൊരു ചിങ്ങം. പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ ചെറിയ ധനലാഭങ്ങൾ വന്നു ചേരും. മുൻപ് കൊടുത്ത പണം തിരികെ ലഭിക്കുക, മുടങ്ങിക്കിടന്നിരുന്ന സാമ്പത്തികമായ ഇടപാടുകൾ പൂർത്തിയാകുക, ജോലിയിൽ നിന്നും അധിക വരുമാനത്തിനുള്ള അവസരങ്ങൾ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വളരെയധികം സന്തോഷം ലഭിക്കും. പ്രത്യേകിച്ചും ലോട്ടറി ഭാഗ്യത്തിലും അത്തം നാളുകാർക്ക് ഈയൊരു മാസം പ്രതീക്ഷയുടെ സമയമാണ്. ജോലി തേടുന്ന ആളുകൾക്ക് പുതിയ അവസരങ്ങളുടെ വാതിൽ തുറന്നു കിട്ടും. ജോലി ചെയ്യുന്നവർക്ക് ഉത്തരവാദിത്വം കൂടുന്നതിനൊപ്പം നിങ്ങൾക്ക് അംഗീകാരവും ലഭിക്കാം. ഏറെ കാലമായി ആഗ്രഹിച്ചിരുന്ന ശമ്പള വർധനവ്, പുതിയ ജോലി, സ്ഥാനമാറ്റം, അധിക വരുമാനം തുടങ്ങിയ കാര്യങ്ങൾക്കായി ശ്രമം ശക്തമാകുവാൻ ഈയൊരു ചിങ്ങമാസം നല്ല സമയം കൂടിയാണ്. വീട്, ഭൂമി, വാഹനം എന്നിവയെക്കുറിച്ച് സ്വപ്നം കാണുന്ന അത്തം നക്ഷത്ര ജാതകരായ നിങ്ങൾക്ക്
ഈയൊരു മാസം പ്രതീക്ഷ നൽകുന്ന ഒരു മാസം കൂടിയാണ്. ഉടൻ തന്നെ എല്ലാം സ്വന്തമാകും എന്നതിനേക്കാൾ അതിലേക്കുള്ള ആദ്യത്തെ ശക്തമായ ചുവടുവെപ്പ് ഈ കാലത്തുണ്ടാകാം. കുടുംബത്തിൻ്റെ പിന്തുണയും ലഭിച്ചാൽ വലിയൊരു തീരുമാനങ്ങളിലേക്ക് മുന്നേറുവാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ കുടുംബജീവിതത്തിലും സന്തോഷം വർദ്ധിക്കും. ഏറെ നാളായി മനസ്സിൽ കിടന്നിരുന്ന ഒരു വിഷമത്തിന് പരിഹാരം കാണുവാൻ കഴിയും. വീട്ടിൽ സന്തോഷകരമായ വാർത്തകൾ എത്തുകയും ബന്ധുക്കളിൽ നിന്നും സഹായവും പിന്തുണയും പ്രതീക്ഷിക്കാം. എല്ലാ രീതിയിലും നിങ്ങൾക്ക് നേട്ടങ്ങളുടെ സമയമാണ് വന്നെത്തിയിരിക്കുന്നത്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.